ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതും നമ്മളെ തനി നാടൻ ബ്രേക്ക്ഫാസ്റ്റ്. ഈ നോമ്പ് കാലത്ത് രാവിലെ കുട്ടികളെ സ്കൂൾ പറഞ്ഞേക്കാനെല്ലാം നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം നോമ്പൊന്നുമായിട്ട് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കൊടുക്കണം. ചെറിയ മക്കളാണെങ്കിലാണേ പറയുന്നത്. അപ്പം വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാവ് കൊണ്ട് നമുക്ക് 3-4 ദിവസം ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് കൊടുക്കാം. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാനിങ്ങനെ മാവ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് രണ്ടാമത്തെ ദിവസം മസാല ദോശയായിരിക്കും, പിന്നെ മൂന്നാമത്തെ ദിവസം നെയ്ദോശ, പിന്നെ പണിയാരം, അങ്ങനെയാണ് ചെയ്യൽ. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് ഒരു 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഒരു 3/4 കപ്പ്, ഒരു കപ്പിൻ്റെ അടുത്തുണ്ട് ഉഴുന്ന്. ഇനി ഇത് രണ്ടും നമ്മൾ വെള്ളം ഒഴിച്ച് ഒരു 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 5 മണിക്കൂർ കഴിഞ്ഞ് ഇനി ഒരു മിക്സി എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഈ അരി നല്ലോണം കഴുകണം കേട്ടോ. നല്ലോണം കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സി നിറച്ചും ഒന്നും ഇട്ട് കൊടുക്കണ്ട. അതിൻ്റെ ഒരു 3/4 ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിക്കണം. വെള്ളം അതിൽ കുറച്ച് കൂടുതൽ, ആ അരിയിനെക്കാട്ടും കുറച്ച് മേലെ, അത്രേ വേണ്ടുള്ളൂ. അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് ചോറാണ്. നമ്മൾ ഉച്ചക്ക് ചോറെല്ലാം വെച്ച് ബാക്കി ഉണ്ടെങ്കിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് നല്ല എളുപ്പമായിരിക്കും. 1 കപ്പ് ചോറ് ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരക്കണം. എനിക്ക് ഈ മാവ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല എളുപ്പമാണ്. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും പിന്നെ സ്കൂളിൽ ലഞ്ച് ബോക്സിനും അവർക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയാൽ ഇഡ്ഡലിയാണ് വേണ്ടത്. പിന്നെ സാമ്പാർ വേണമെന്നൊന്നുമില്ല. അതിൻ്റെ കൂടെ 2 തരം ചട്നി ഉണ്ട്. ടൊമാറ്റോ ചട്നിയും നമ്മളെ തേങ്ങാ ചട്നിയും, രണ്ടും ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ 2 ചട്നിയും ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ഇടുന്നുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. നമ്മളെ മാവ് അരച്ചിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൽ ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല, കൈ തന്നെയാണ് ഈസ്റ്റ്. എന്നിട്ട് മൂടി വെച്ചിട്ട് ഇതുപോലെ തന്നെ 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ട ഇതുപോലത്തെ ഒരു പരുവത്തിലായി കിട്ടും. നമുക്ക് നല്ല കട്ടിയുള്ളൊരു മാവായിട്ട് മാറും. ഇതിൽ ഞാൻ ഉപ്പിട്ടിട്ടേ ഇല്ല. അരക്കുമ്പോൾ ഞാൻ ഉപ്പിടലില്ല. ലാസ്റ്റ് ഉണ്ടാക്കുമ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കൽ. ഇപ്പം ഞാൻ നെയ്ദോശയാണ് ചുടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് കുറച്ച് വെള്ളം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് യോജിപ്പിക്കുക. കണ്ട ഇതുപോലെ ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടണം. എന്നിട്ട് നമ്മൾ ദോശ ചുടുന്നതാണ്. ഞാൻ ഇത്രയും വലിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്തുള്ളത് കൊണ്ടാണ്. ഇതിൽ ഞാൻ ഒരു 3-4 ദോശ, കുട്ടി ദോശയെല്ലാം ഒരു 4 ദോശയെല്ലാം ചുടാം. ഇപ്പം ഒരു ബിഗ് നെയ്ദോശയാണ് ചുടുന്നത്. ആദ്യം തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ചൂടായി കഴിഞ്ഞാൽ ഒന്ന് വെള്ളം കുടഞ്ഞിട്ട് ടിഷ്യൂ കൊണ്ടോ ഒരു ക്ലോത്ത് കൊണ്ടോ ഒന്ന് തുടച്ചിട്ട് അതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്കിതുപോലെ ആക്കിയെടുക്കാനാവില്ല. അതുകൊണ്ട് മാവിൽ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ പച്ചരീൻ്റെ ദോശയെല്ലാം ആക്കുന്ന പോലെ ലൂസായി പോകണ്ട. ഇനി ഈ ദോശേൻ്റെ മുകളിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ പശു നെയ്യോ ഒന്ന് പുരട്ടി കൊടുത്താൽ മതി. കണ്ട നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയിട്ടുള്ള നമുക്ക് നെയ്ദോശ കിട്ടും. കുട്ടികൾക്ക് ഇങ്ങനെ ചൂടാലെ ചട്നിയും കൂട്ടി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. തണിഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അത് ഓരോരുത്തരുടെ രീതി പോലെ ആയിരിക്കും. നമുക്ക് ചൂടാലെ കഴിക്കാനാണ് കൂടുതലിഷ്ടം. ചട്നീൻ്റെ കൂടെ ഉണക്ക് കായ്മുളക് നമ്മൾ ഇടുന്നുണ്ട്. അത് ഇതിലേക്ക് കുറച്ചൊന്ന് ഇതുപോലെ പിഴിഞ്ഞ് കൊടുത്തിട്ട് അത് മിക്സ് ആക്കിയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾ. ഇനി അടുത്തത് മസാല ദോശക്ക് വേണ്ടിയിട്ട് നമ്മൾ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 4 ഉരുളക്കിഴങ്ങ് കുക്കറിൽ കുറച്ച് വെള്ളവും ഒരു 1/4 ടീസ്പൂണോ അല്ലെ 1/2 ടീസ്പൂണോ മഞ്ഞൾ ചേർത്തിട്ട് കുക്കറിൽ ഒരു 4-5 വിസിൽ. ചില ഉരുളക്കിഴങ്ങ് വേഗം വെന്ത് കിട്ടും. നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് ഞാനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് തക്കാളി ചട്നിക്ക് വേണ്ടിയിട്ട് വഴറ്റിയതെല്ലാം മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഈ തക്കാളി ചട്നീൻ്റെ റെസിപ്പി സൂപ്പറാണ്.
ഞാൻ നിങ്ങൾ നീട്ടി വലിച്ച് കൊണ്ടുപോകുന്നില്ല, ഞാനിത് ചെയ്തുകൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. ഇനി ഈ ഗ്രേവി ഒന്ന് നെയ്യിലിട്ടിട്ട് താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് കടുകും കറിവേപ്പിലയും പിന്നെ നല്ല ജീരകം കുറച്ച് പൊടിച്ചതും അതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഗ്രേവി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി ചട്നി റെഡിയായി. ഇനി അടുത്തത് മസാല ദോശക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് മാറ്റി വെക്കണം. ഞാൻ ആദ്യം തന്നെ ഉടച്ചിട്ട് മാറ്റി വെക്കും, എന്നാൽ പിന്നെ ഇടങ്ങാറില്ല. നമുക്ക് വേഗം മിക്സ് ചെയ്യാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഓയിലോ അല്ലെ വെളിച്ചെണ്ണയോ ഒഴിച്ചതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ചെറിയ ഉള്ളിയാണെങ്കിൽ 2, വലിയ ഉള്ളിയാണെങ്കിൽ 1 മതി. എന്നിട്ട് നന്നായിട്ട് വഴറ്റണം. വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, എന്നാൽ നമ്മളെ ഉള്ളി പെട്ടെന്ന് തന്നെ വാടി കിട്ടും. അതിന് ശേഷം പച്ചമുളക് ഞാൻ 3 എണ്ണം നടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ കണ്ട, ഇതുപോലെ എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേങ്കിൽ ഞാനൊന്നും കൂടി പറയുന്നതാണ്. പിന്നെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 തക്കാളീൻ്റെ പകുതി തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ടാൽ നല്ലതാണ്, ഞാനിങ്ങനെ ഇടലുണ്ട്. പിന്നെ അത് മൂടി വെച്ചതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കുക. അതാ മൂടി തുറന്നപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ ഒരു മസാലയിൽ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ടും ക്യാരറ്റും കൂടി പുഴുങ്ങിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. ബീട്രൂട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മസാലേൻ്റെ കളറ് വേറെ തന്നെ ഒരു കളറായിരിക്കും. അതിഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്താൽ മതി. അത് രണ്ടും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ പൊടിയും ഇട്ടതിന് ശേഷം നന്നായിട്ട് ഉരുളക്കിഴങ്ങ് പൊട്ടാറ്റോ സ്മാഷ് ഉപയോഗിച്ചിട്ട് വീണ്ടും ഞാൻ ഒന്ന് ഉടക്കുന്നുണ്ട്. കാരണം ഇതിലെ പൊട്ടാറ്റോ പീസ് കഷ്ണങ്ങളായിട്ട് കിടക്കുന്നുണ്ട്. എന്നിട്ടും അത് ഫുള്ളായിട്ടൊന്നും എന്തായിക്കില്ല, ഉടഞ്ഞിക്കില്ല. ചെറിയ ചെറിയ പീസ് ഉണ്ട്, അത് കുഴപ്പമില്ല. ഇനി ലാസ്റ്റ് കറിവേപ്പില ഇട്ടിട്ട് സെറ്റാക്കി വെക്കണം. എല്ലാവരും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല മസാല ഉണ്ടാക്കുന്നത്, വ്യത്യാസമുള്ളതായിരിക്കും. നമ്മളിങ്ങനെയാണ് ഉണ്ടാക്കൽ. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി തേങ്ങാ ചട്നി അരച്ച് വെച്ചിട്ടുണ്ടേനും അത് ഞാൻ നെയ്യിലിട്ട് തൂങ്ങിച്ചെടുക്കുന്നുണ്ട്. കടുകും വറ്റൽമുളകും പിന്നെ കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇത് ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ചട്നിയാണ്. ഇപ്പം 2 ചട്നിയും ഞാൻ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കലുണ്ട്. അത് രണ്ടും മിക്സ് ആക്കിയിട്ടെല്ലാം ഇവർ കഴിക്കൽ, ഭയങ്കര ഇഷ്ടമാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ച് ഇഡ്ഡലി ചൂടുന്നുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇഡ്ഡലിയിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ഉപ്പ് മാത്രം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് നമ്മൾ ഇഡ്ഡലി തട്ടിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. എൻ്റെ അടുത്ത് ചെറിയൊരു ഇഡ്ഡലി തട്ടാണുള്ളത്. ഇത് ഒന്നും കൂടി ഉണ്ട് എൻ്റെ അടുത്ത്, അതുകൊണ്ട് ഞാൻ 2 ട്രിപ്പായിട്ട് ചുട്ട് കഴിഞ്ഞാൽ വേഗം തന്നെ റെഡിയായി കിട്ടും. ഇനി ഇത് ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ് വെക്കണം. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിട്ട് നമുക്ക് കിട്ടും. അതവിടെ വെക്കുന്ന ആ ടൈം കൊണ്ട് തന്നെ നമ്മൾ മസാല ദോശ തയ്യാറാക്കുന്നുണ്ട്. മസാല ദോശ നേരത്തെ തയ്യാറാക്കിയ നെയ് റോസ്റ്റ് പോലെ തന്നെയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഗീ തടവിയതിന് ശേഷം നമ്മൾ മസാല ഇതുപോലെ ഇട്ട് കൊടുക്കണം. പിന്നെ നടുഭാഗത്തായിട്ട് മസാല നീളത്തിൽ ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും മടക്കിയിട്ട് എടുക്കാം. പിന്നെ നമ്മൾ തെമ്പത്ത് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ റോൾ ചെയ്തിട്ടും എടുക്കാം. ഞാനിതാ ഇതുപോലെ റോൾ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. ഈ ദോശ ചൂടാലെ കഴിക്കുന്നതാണെങ്കിൽ നമുക്ക് തിന്നുന്നതിൻ്റെ എണ്ണം തിരിയൂല, നന്നായിട്ട് നമ്മൾ കഴിച്ചു പോകും. പിന്നെ ഓരോ ഘട്ടമാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. രാവിലെ കുട്ടികൾക്ക് ഇഡ്ഡലിയും നെയ്റോസ്റ്റും കൊടുത്തതിന് ശേഷം ഞാൻ രാത്രിയാണ് മസാല ദോശ ഉണ്ടാക്കുന്നത്. നോമ്പെല്ലാം തുറന്നു കഴിഞ്ഞാൽ നമ്മൾ മുത്ത എന്ന് പറയും. അത് നമ്മൾ യശാനിസ്കാരെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കും, അതാണ് മുത്തായം. ആ സമയത്ത് ഇങ്ങനെ മസാല ദോശ നല്ല ചൂടാല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ടൈമിന് ചിലപ്പോൾ നമ്മൾ നാസ്ത എന്തെങ്കിലും ഉണ്ടാക്കും, അല്ലെങ്കിൽ കഞ്ഞിയോ തരിക്കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ അത്താഴത്തിന് ചോറോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. ഈ മാവ് കൊണ്ട് ഇത് മാത്രമല്ല, നമ്മൾ ചെറിയൊരു തട്ട് ദോശയില്ലേ അത് ചൂടാൻ പറ്റും. പിന്നെ നമ്മളെ പണിയാരം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പ്രത്യേകിച്ചിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഡ്ഡലി നിങ്ങൾ കണ്ടാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. നിങ്ങൾ എന്തായാലും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.